തിരുവല്ലയിൽ ജനവിധി നേടുന്ന നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് ഇപ്പം എൻ്റെ കൂടെയുണ്ട്. ചെകുത്താനൊന്നും സ്മിത്തിന് ആദ്യം അറിയത്തില്ലാന്നല്ലോ, അജു അലക്സിനല്ലേ അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും കുറച്ച് കളയപ്പോൾ ഞാൻ തന്നെ ഇട്ട പേരായി ചെകുത്താൻ. അതിന് മുമ്പ് നമ്മൾ ഇവിടെ വെറുതെ കറങ്ങി നടന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. തെരഞ്ഞെടുപ്പിലേക്ക് തിരുവല്ല തെരഞ്ഞെടുക്കുവാനുള്ള കാരണം, തിരുവല്ല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റാന്നി തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് പിന്താങ്ങാൻ ആളെ കിട്ടിയില്ല. തിരുവല്ലയിൽ എനിക്ക് പിന്താങ്ങാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ പ്രാവശ്യം നോമിനേഷൻ കൊടുത്തത് അക്സെപ്റ്റ് ചെയ്യുകയും ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ മത്സരിക്കാൻ അവസരവും കിട്ടി. ഞാൻ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണെങ്കിൽ എനിക്കത് നടക്കത്തില്ലെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുവല്ല സെലക്ട് ചെയ്യുന്നു. തിരുവല്ല ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിവിടെ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ അതുമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിക്കുന്നു അല്ലെങ്കിൽ എന്തിനിവിടെ വന്നു എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഈ ചാരിറ്റി തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് കണ്ട് ഒരു സമയമുണ്ടാകുന്നു. എല്ലായിടത്തും ചാരിറ്റി തട്ടിപ്പ്. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതായത് ഒരു വെബ്സൈറ്റ്, ഒരു ആപ്പ് വഴിയൊക്കെ. അപ്പോൾ എന്താണ്, ചാരിറ്റി തട്ടിപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ. അതായത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്തുകൊണ്ടെന്നാലും തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക അഴിമതി, ഈ പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് ഇത് മനസ്സിലായി. അല്ലെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഗവൺമെൻറ് എന്ന് പറയുന്നൊരു സിസ്റ്റം എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയാൽ ഈ അഴിമതി നിൽക്കും. ഈ അഴിമതി അനാസ്ഥയും കൊണ്ടാകുന്ന നഷ്ടം ചില്ലറയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായ അഴിമതികളുടെ കണക്ക് നോക്കിയാൽ പിടികിട്ടും. കോടികളുടെ അഴിമതിയാണ് നടന്നേക്കുന്നത്. പിന്നെ ഒരു പാലം പൊളിഞ്ഞ് വീഴുന്നു, റോഡ് കുഴിയാകുന്നു, ഇതെല്ലാം അനാസ്ഥയും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ അഴിമതി എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു കൊട്ടേഷൻ തൊട്ട് അവസാനത്തെ കോൺട്രാക്ടർ വന്ന് അവിടെ പണിയെടുക്കുന്ന ഒരാൾ കട്ട വരെ മോഷിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിർത്താൻ പറ്റും. അത് ട്രാൻസ്പെറൻ്റ് ആയാലേ പറ്റത്തുള്ളൂ. അതായത് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായാൽ, ഏറ്റവും കൂടുതൽ ഓഡിറ്റിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ടൈം ടു ടൈമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് ഇതാ കഴിഞ്ഞ 5 വർഷം മുമ്പ് 2 വർഷം മുമ്പ് ഒരു അഴിമതി നടന്നു, അങ്ങനെയല്ല. അപ്പോൾ പിടിക്കപ്പെടും. പിന്നെ അങ്ങനെ ഒരു സാധനം പിടിക്കപ്പെടുന്നു എന്നല്ല പറയേണ്ടത്, ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്ന് കരുതുക. ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ചൂണ്ടിക്കാണിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇത് കണ്ടു നിൽക്കുന്ന പബ്ലിക്കിന് മൊത്തത്തിലുണ്ട്. അതായത് പാർട്ടിസിപ്പേഷൻ എല്ലാവരുടെയും കൂടെയാണ്. മനസ്സിലായി. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്. നമ്മളുടെ ഒരു എന്താ പറയുക അധ്വാനത്തിൻ്റെയോ എന്തിൻ്റെ ആയിക്കോട്ടെ ഒരു ഷെയറാണ് ഈ ഡെവലപ്മെൻറ്റ്. അതിനകത്തുനിന്ന് എടുത്തു കളയേണ്ട ഒരേ ഒരു കാര്യം കറപ്ഷൻ മാത്രമാണ്. മനസ്സിലായി. ഈ സംഭവത്തിനകത്ത് ഈ അഴിമതി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അഴിമതിക്കകത്തുണ്ടായ നഷ്ടം നികത്തിക്കഴിഞ്ഞെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നു, ഫുൾ ടൈം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു സിസ്റ്റം ആയിരിക്കും. ഈ കേരളം അമേരിക്ക കാണുന്നത് അമേരിക്ക പോലെ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്ക ഇനി കേരളത്തെ കാണും. മനസ്സിലായോ? ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അത് കേരളത്തിൽ സംഭവിക്കുന്നതിന് എന്താ കുഴപ്പം? ഇത് മുന്നേ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ ഇങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ല. ഇതെല്ലാം കൂടെ പേപ്പറെ കൊണ്ടുവന്ന് കാണിക്കാൻ പോയാൽ ഒരു ലോഡ് പേപ്പർ വേണ്ടി വരും. അത് ഡെയിലി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ അന്നുള്ളവർക്കില്ല. പക്ഷേ ഇന്ന് ഈ 5G എന്ന് പറയുന്നൊരു സാധനം വന്ന് നിൽക്കുന്ന സമയത്ത് സൊമാറ്റോ, സ്വിഗ്ഗി, യൂബർ ഇതെല്ലാം ടൈം ടു ടൈം നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്താൽ അത് വീട്ടിൽ വരുന്നത് കാണാം. എന്തുകൊണ്ടാണ് അത് ഗവൺമെൻറ്റിന് കാണിക്കാൻ പറ്റാത്തത്? നമുക്കൊരു റിക്വസ്റ്റ് ഇല്ല. നമ്മൾ എന്ത് സാധനം പറഞ്ഞാലും അത് ഇവിടെ ഇങ്ങോട്ടാണ് സർവീസ് ചെയ്യേണ്ടത്. മനസ്സിലായി. ഞാൻ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഒരിക്കലും ആരും ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരാളുടെ ഒരിടത്തും ഒരു അഭ്യർത്ഥനയില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡെയിലി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റണം. ഒന്നിച്ചാണ് ഈ സാധനം നമ്മൾ നടത്തിക്കൊണ്ട് പോകേണ്ടത്. പിന്നെ ലീഡർ വേണോ എന്ന് ചോദിച്ചാൽ ശരിയാ, വേണമായിരിക്കും. വേണ്ട കാലഘട്ടം ഉണ്ടാകുന്നു. അന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ ഇത്രയും ഒരു എന്താ പറയുക സെറ്റപ്പ് ഇല്ല, ഒരു പ്രിൻറ്റ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പില്ല. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഈസി ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ പല സ്ഥലത്തും നമ്മൾ പല ഓഫീസിലെത്തിയപ്പോഴും അല്ല എന്തെങ്കിലും ഒരു സാധനം കണ്ടപ്പോഴും അത് അഡ്രസ്സ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇതൊരു തെറ്റാണ്, ഇത് തിരുത്തേണ്ടതാണ് എന്നിട്ട് എവിടെയെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയിട്ടുണ്ടോ? പക്ഷെ ഞാനീ പറയുന്ന സെറ്റപ്പിൽ അത് അപ്പോൾ തിരുത്താൻ പറ്റും. മനസ്സിലായോ? അഡ്രസ്സ് ചെയ്താൽ തിരുത്തിയേ പറ്റത്തുള്ളൂ. അത് അവിടെ ഹൈലൈറ്റ് ആവും. അതാണ് ആ സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു പോക്കൊന്നുമില്ല. അജു, ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മുൻനിരയിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിരുവല്ലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അജുവിൻ്റെ അഭിപ്രായത്തിൽ തിരുവല്ലയ്ക്ക് അത്യാവശ്യമായി വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തിരുവല്ലയ്ക്ക് വേണ്ട മാറ്റമൊന്നുമല്ല, തിരുവല്ലയുടെ പുരോഗമനം അല്ലെങ്കിൽ വികസനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. ഈ തിരുവല്ലയുടെ വികസനത്തെപ്പറ്റി ഈ തിരുവല്ലക്കാർക്ക് മുഴുവനും എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഞാൻ നിന്നാൽ
അത് സ്വാഭാവികമായിട്ട് നടക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. നടക്കും, മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് എങ്ങനെ, എന്താണ് വികസനം? നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മളെ പൊതുജനം ഒരു ഷെയറാണ്. ആ ഷെയറിൽ ഡെവലപ്മെൻറ്റ് നടന്നോളും, അത് നടക്കും. അതിനകത്തുനിന്ന് എടുത്തു കളയേണ്ട സാധനം മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ അഴിമതി. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ആവശ്യം അതെല്ലാം നടത്തണം. അത് നടത്തേണ്ട ആവശ്യമാണ്. അത് നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വം മാത്രമാണ്. എൻ്റെ ഉത്തരവാദിത്വമല്ല, അത് കൂട്ടായ ഉത്തരവാദിത്വമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു ട്രാൻസ്പെറൻസി നിൽക്കുമ്പോൾ അത് എൻ്റെ മാത്രം ഒരു ലക്ഷ്യവും ഉദ്ദേശവും ഒന്നും ആയിരിക്കത്തില്ല. അത് എല്ലാവരുടെയും ലക്ഷ്യവും ഉദ്ദേശവും നടത്താൻ എല്ലാവരും ഒന്നിച്ച് നടത്തുന്നൊരു പരിപാടിയാണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി വരുമ്പോൾ അഴിമതി ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കും. പിന്നെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലെയും ഡെവലപ്മെൻറ്റ് ആ നാട്ടിലെ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം തന്നെയല്ലേ ഇത്. അതിനകത്ത് എന്താ തടഞ്ഞു വെക്കാൻ പറ്റുന്നത്? എല്ലാവരുടെ അഭിപ്രായം ഒരുപോലെ എടുക്കുന്നിടത്ത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നിടത്ത് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു പ്രതിനിധി എന്ന രീതിയിൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമേ ഊന്നൽ കൊടുക്കുന്ന ഏത് വിഷയത്തിനായിരിക്കും താങ്കൾ വിജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഒരു MLA ട്രാൻസ്പെറൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് മറ്റുള്ള MLA-മാർക്ക് ഒരു മാതൃകയായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സ്റ്റേഡിയം കിടക്കുന്നത് കണ്ടില്ലേ? ബൈപ്പാസിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പിന്നെന്താ ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അങ്ങനെ കിടക്കുന്നില്ലേ? പിന്നെ ഇവിടെ അല്ലാതെ തന്നെ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ അതേ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പ്രധാന ഒരു പ്രശ്നമാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മൂത്രം ഒഴിക്കാൻ സംവിധാനം ഇല്ലെന്നുള്ളത്. എല്ലാവരും അതിനൊരു പരിഹാരം കണ്ടെത്തും. സൗകര്യപരമായ പ്രശ്നങ്ങളാണ്. അതിനെ ഒന്നും കറക്റ്റ് ചെയ്യാൻ ഒരു MLA-ക്ക് എത്ര മണിക്കൂർ വേണമെന്ന് ഞാൻ ആലോചിക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ എടുത്ത് വെക്കൂ. നമ്മളൊക്കെ എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യുന്ന പരിഹാരം ഉണ്ടാക്കാമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒന്നിച്ച് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മിണ്ടാതിരിക്കുമെന്നോ അല്ലെ എനിക്കൊരു അഭിപ്രായം ഇല്ലെന്നോ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടുന്ന എന്തും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ പബ്ലിക് സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ഒന്ന് വെട്ടിത്തെളിച്ചത്. എങ്ങനെയാണ് അത് വെട്ടിത്തെളിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് വന്നു, കലോത്സവം നടത്തണം. അപ്പോൾ ഇതുപോലത്തെ ഇവൻറ്റ്സ് കൂടുതൽ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം സ്വാഭാവികമായിട്ടും വൃത്തിയായില്ലേ? എന്താ ഇവൻറ്റ്സ് നടത്താൻ പറ്റാത്തവർക്ക്? ഈ ചെങ്ങന്നൂരിനും തിരുവല്ലയും തമ്മിൽ ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് അങ്ങനൊന്നും പറയാനില്ല. ഇപ്പോൾ കേരളത്തിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെ, ചെങ്ങന്നൂരിൽ ഇപ്പോൾ നിരവധി പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലൊന്നും നമ്മുടെ സമീപ പ്രദേശമായ തിരുവല്ല മണ്ഡലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിരവധി പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞിപ്പോൾ. അവിടെ സജി ചെറിയാനെ കൊണ്ട് പറ്റുന്ന പോലെ കുറേ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഇവിടെ നടത്താൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്ക് നടത്താം. ഇതേ പരിപാടികൾ വേണം ഇവിടെ നടത്താവുന്നതേ ഉള്ളൂ. ഈ ഇവൻറ്റ്സ് നടത്തുന്ന അത്ര വലിയ ചടങ്ങുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു എന്താ പറയണ്ടേ, ഇപ്പം ഇവിടെ MLA വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഏതൊരു ഓർഗനൈസേഷൻ വേണമെങ്കിലും എന്ത് ഇവൻറ്റ് ഇവിടെ നടത്താം. സ്പോർട്സ് ഇവൻറ്റ് നടത്താം, എന്തെങ്കിലും എന്ത് വേണേൽ നടത്താം. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക, അക്വാ ഫെസ്റ്റ് നടന്നു, പലതും നടക്കുന്ന കണ്ടിട്ടില്ലേ? എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സ് ഇവിടെ എന്താ ഗ്രൗണ്ടുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഒരെണ്ണം അവിടെ പൊളിഞ്ഞ് കിടപ്പുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്ത്. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലാക്കി കൊടുത്ത ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തോളും. ഇവിടെ NRIs ആണ്. തിരുവല്ല ഭയങ്കര മെച്ചപ്പെട്ട രണ്ട് സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാൻഡ് മാർക്സ് ആയിട്ടുള്ള 2-3 സ്ഥലങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റുകാർ വന്നപ്പോൾ എവിടെ കാണണമെന്ന് വെച്ചപ്പോൾ പബ്ലിക് സ്റ്റേഡിയത്തിൽ കാണാമെന്ന് പറയുന്നത്. അവിടെ അതൊരു ലാൻഡ് മാർക്കാണ് തിരുവല്ല. എല്ലാ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതും ലാൻഡ് മാർക്കാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് മാർക്കാണ്. ഈ സ്ഥലങ്ങൾ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു അതപ്പതിച്ച് ഏതോ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അവിടെ രാത്രിയായ പിന്നെ പറയണ്ട, ഇരുട്ടായി, ഒരു വെളിച്ചം പോലും ഇല്ല. നമ്മുടെ മെയിൻ ലാൻഡ് മാർക്കുകൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തിരുവല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഊറ്റം കൊള്ളുന്നത്? പക്ഷേ തിരുവല്ല ബൈപ്പാസ് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ആരോഗ്യ നഗരിയിലേക്ക് സ്വാഗതമാണ്. അതിനെപ്പറ്റി എന്താണ്? ആരോഗ്യ നഗരി തന്നെയാണോ? എന്ത് ആരോഗ്യ നഗരി? ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് നഗരിയാണ്. ഇവിടുത്തെ യുവാക്കളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോം പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ. ഇതെല്ലാം കൂടെ കൂട്ടി വരും, അതിനകത്ത് കൊള്ളിച്ച ഓൾഡ് ഏജ് ഹോം പോലെ തോന്നും. യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ? യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പുറത്തു പോയി പഠിച്ചേ പറ്റത്തുള്ളൂ. അതിനുള്ള സെറ്റപ്പ് കേരളത്തിന് മൊത്തത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് പുറത്തോട്ട് പഠന സംവിധാനം സിസ്റ്റം പോരാ. എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ നല്ല ഇന്ത്യ മൊത്തത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം 49ാം സ്ഥാനത്ത് കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ 140 കോടി ജനമുള്ളൊരു രാജ്യം ഇത്രയും ബാക്കിൽ കിടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് 140 കോടിയെ പഠിപ്പിച്ചിറക്കിയാൽ അതിലും വലിയ ഭീകരാവസ്ഥ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനേക്കാൾ കുറച്ച് പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ നല്ല ബെറ്റർ സിസ്റ്റം ഉണ്ട് എഡ്യൂക്കേഷൻ. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ 3 സിലബസ്. എന്തിനാണ് 3 സിലബസ്? അവിടെ ഫെസിലിറ്റീസ് ഓക്കെയാണ്. ഒരാൾക്ക് AC ഇരുന്ന് പഠിക്കണം, ആ AC വേണം, റിക്ലൈനർ ചെയർ വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുത്തോ. പക്ഷേ അതിനുള്ള ഫീസ് മേടിച്ചോ. പക്ഷേ ഒരിക്കലും 3 തട്ടിലുള്ള പഠിപ്പീര് പാടില്ല. എല്ലാം കുട്ടികളാണ്, കുട്ടികൾ ഫ്രഷ് ബ്രെയിനാണ്, അവരെ ട്രെയിൻ ചെയ്യാവുന്ന ഒരു സാധനമേ ഉള്ളൂ. അതിനെ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും.